ബാനറിൽ ജിതിൻ കേവിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. 4 നായികമാരാണ് ചിത്രത്തിലുള്ളത്. മറീന മൈക്കിൾ, റിയ, നിയ വർഗീസ് എന്നിവർക്കൊപ്പം അനു സിത്താരയുടെ സഹോദരി അനു സോനാരി മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഷാഫി, പ്ലീസ് വെൽക്കം ഷാഫി, ഡയറക്ടർ. ശ്രീ ബാദുഷ, പ്രൊഡ്യൂസർ. 7 ആർട്സ് മോഹൻ, പ്രൊഡ്യൂസർ. നാദിഷ, ഡയറക്ടർ. ബിബിൻ ജോർജ്. ജിതിൻ കേവി, മൂവി പ്രൊഡ്യൂസർ. ഷാഫി എപ്പിക്കാർഡ്, ഷാലു കപൂർ, directors. Please welcome to the stage. And Nandu, Dharmajan, Vishnu Unikrishnan. Sir, നിങ്ങളെയും എല്ലാവരെയും സ്നേഹത്തോടെ ഈ ഒരു ചടങ്ങിനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയുടെ നല്ല കാലത്തിൽ ഒരു പുതിയ സിനിമ കൂടെ സംഭവിക്കുകയാണ് കൂടൽ. സിബി സാർ എന്നെ ആദ്യമായിട്ടൊരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ ആളാണ് സിബി സാറ്. എന്നെ ആദ്യമായിട്ട് ഒരു തഗ് ഡയലോഗ് പറയിപ്പിച്ച ആളാണ് ഷാഫി സാറ്. എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ ആളാണ് നാദിഷ്ക. പിന്നെ ആൽവിൻ ചേട്ടൻ, ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ എഴുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ. അങ്ങനെ ഞങ്ങളെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ബിബിൻ എൻ്റെ ബഡി പേരാണെന്ന് എല്ലാവർക്കും അറിയാം. കുഞ്ഞുനാൾ മുതൽ അവൻ എന്തോരം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനൊരു പൂജാ സെറമണിക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ബാക്ക് സ്റ്റോറിയുടെ പിൻബലമാണ്. അപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുറമേ നിന്നുള്ളവർക്ക് ജസ്റ്റ് ഇപ്പോൾ ഉള്ള ബിബിനെ കാണുള്ളൂ. എനിക്ക് കുഞ്ഞുനാളും വല്ല അറിയാം, 6ാം ക്ലാസ്സും വല്ല അറിയാം. ഇന്ന് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അപ്പൊ അത്രയും നാൾ മുമ്പുള്ള കഠിനാധ്വാനത്തിന് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ബിബിൻ ജോർജിന്റെ സമയം ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ ഗംഭീരമായിട്ട് വരട്ടെ. പുതിയ എഴുത്തുകാര്, പുതിയ സംവിധായകര്, അവർക്ക് എല്ലാവിധ ആശംസകളും. കൂടുതൽ ഗംഭീരം. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹവും ബഹുമാനവും. ചില കാര്യങ്ങൾ നടക്കാൻ ഒരു നിമിത്തം എന്ന് പറയില്ലേ, ഈ ഒരു സിനിമയിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമായ ഒരാളെന്ന് പറയുന്നത് ശ്രീനാഥേട്ടനാണ്. ശ്രീനാഥേട്ടൻ ഇതിന് മുമ്പ് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. പുള്ളിയിലൂടെയാണ് ഇതിലെ ഡയറക്ടേഴ്സിന് ലീഡ് കിട്ടുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ശ്രീനാഥേട്ടാ. പിന്നെ എല്ലാരെയും പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ഇത്രയും ചിരിച്ച ഒരു ഇവന്റ് സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ ഇപ്പൊ എടുത്ത് എങ്ങും ഇല്ല. ചിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വേദന, അത്രയും ഹാപ്പി. 2 പ്രൊഡ്യൂസർമാര് വേറെ പറഞ്ഞിട്ടാ ചേട്ടനുദ്ദേശിച്ചിട്ടാ പറഞ്ഞത്, ബാദുക്കിനെ ആൽവിൻ ചേട്ടനുദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതൊരു കൂടലാണ്. ഈ കൂടല് വീണ്ടും കൂടണം. ഈ ചിത്രത്തിന്റെ വിജയത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് വീണ്ടും കൂടാം. എല്ലാവിധ ആശംസകളും. കൂടൽ ഒരു വലിയ വിജയമാവട്ടെ. തിയേറ്ററിൽ ജനങ്ങളുടെ ഒത്തുകൂടൽ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. ബിബിൻ ജോർജിന്റെ കൂടൽ എന്ന ഈ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിയായ സന്തോഷമുണ്ട്. കാരണം ബിബിൻ എന്നെ ഒരു 6 or 7 പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വന്നില്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ എഴുത്തുകാരുടെയും സംവിധായകരുടെയും ഒക്കെ ഈ സംരംഭം വളരെ വളരെ വലിയ വിജയമാവട്ടെ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയൊരു വിജയമാവട്ടെ. ജീവിതത്തിലെ ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേ അനുഭവം തന്നെയാണ് ബിബിനും. 25 വർഷം സിനിമയിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള, അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഏറ്റവും നല്ല വേഷങ്ങൾ തന്ന ശിബിസാറാണ്. അപ്പോൾ അങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്തെങ്കിലും ഒരിടത്തും ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം
ഈ പണി മതിയായി കൂടെ എന്ന് പലപ്പോഴും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം വരും, എനിക്കും ക്ഷമയോടെ കാത്തിരുന്നാൽ വരും. അങ്ങനെ 2012 വന്നതാണ് സ്പിരിറ്റ്. അന്ന് ആ സ്പിരിറ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും സ്പിരിറ്റ് മാത്രം അടിച്ച് എവിടെയെങ്കിലും മൂലയിരുന്നാണ് ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു കയ്യടി കിട്ടാനുള്ള ഒരു വിലയെങ്കിലും ഉണ്ടാക്കി തന്നത് ആ സ്പിരിറ്റാണ്. അതുപോലെ ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ എനിക്കും കിട്ടിയ ഒരു മൈക്ക്. ഞാൻ ഉദാഹരണം പറഞ്ഞ ബിബിന്റെ കാര്യമാണ്. ബിബിൻ എങ്ങനെയാണ് ഇതുവരെ ഈ നിലയിൽ ഒരു ഹീറോ ആവാൻ വരെ എത്തി, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള വേർപ്പ് എത്രമാത്രം ഒഴുക്കിയിട്ടുണ്ട്, എത്രമാത്രം സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ പലരും പറഞ്ഞു, ബിബിൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഉണ്ണി പറഞ്ഞു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം. കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ മാത്രമല്ല വന്ന വഴി മറക്കാതെ വരുന്നവർ മാത്രമേ സിനിമയിൽ സർവൈവ് ചെയ്യൂ. എത്ര വലിയ കൊലക്കൊമ്പനായാലും നമ്മൾ നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം നമ്മൾ വന്ന വഴി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ആദ്യകാലത്തൊക്കെ വരുമ്പോൾ ചെറിയ ലോഡ്ജിൽ 3 പേരൊക്കെ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. ഞാൻ, അഗസ്റ്റിൻ ചേട്ടൻ, സാദിഖ്, ഇടവേള ബാബു, ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു മുറി താമസിച്ചവരാണ്. എത്രയോ പടങ്ങൾ. അപ്പൊ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം തരുമ്പോൾ നമ്മൾ ആ കീ കയ്യിൽ വാങ്ങിക്കുമ്പം ഒരു സെക്കൻഡ് ഞാൻ ആലോചിക്കും, ഞാൻ തന്നെയാണോ ഈ നിൽക്കുന്നതെന്ന്. കാര്യം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഇതുവരെയെങ്കിലും എത്തുമെന്ന്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് നമ്മൾ വഴിയിൽ പരിചയപ്പെട്ട് നമ്മുടെ ഒപ്പം നടന്നതും നടക്കാതെ പോയതും വഴിയിൽ വീണുപോയവരും ഇപ്പൊ നമ്മുടെ കൂടെ നടക്കുന്നവരുമേ എല്ലാ ആൾക്കാരെയും നമ്മൾ ഇടയ്ക്കെങ്കിലും ഓർത്തില്ലെങ്കിൽ നമ്മളും വഴിയിൽ വീണു പോകും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ജീവിതത്തിൽ സർവൈവൽ ഉണ്ടാവുന്നത്. സിനിമയിൽ എല്ലാ മേഖലയിലും ഉണ്ട്, പക്ഷെ പ്രത്യേകിച്ച് സിനിമയിൽ അതൊരു കല എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഈ ഒരു കാര്യം വളരെയധികം അടങ്ങിയിട്ടുണ്ട്. അത് ബിബിൻ ഇത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഈ ലെവലിലെത്തി. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ, നാദർഷ പറഞ്ഞ പോലെ ബിബിന്റെ സമയം തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ഈ കൂടൽ, നമ്മൾ അടുത്ത കൂടൽ എന്ന് പറയുന്നത് ഈ പടത്തിന്റെ സക്സസ് കൂടലായിരിക്കും. ആ കൂടലിൽ ഞാൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. സ്വപ്നം കണ്ട് നടന്ന സമയത്ത് ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഗുരുനാഥന്മാര് മുൻപിലുണ്ട്. ആദ്യമായിട്ട് മാനന്തകൊട്ടാരം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങളെയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണി ചേട്ടൻ ഉൾപ്പെടെ. ഇപ്പോൾ സിവി സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറയായിരുന്നു, ഇവിടെ സാറിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും തൊട്ടടുത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നായി കരുതുന്നു. കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, കിരീടം എന്ന് പറയുന്ന സിനിമ അത് എത്രയോ പ്രാവശ്യം കണ്ട് കൊതിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഡിക്ഷണറി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും തമാശയ്ക്ക് തമാശ, ഏറ്റവും ഗംഭീരമായിട്ടുള്ള തമാശകൾ, ഇമോഷണൽ സീക്വൻസ്, എപ്പോഴാണ് ഒരാളെ അടിക്കുമ്പോൾ ജനം കൈയടിക്കണത് എന്ന് പഠിപ്പിച്ച നിമിഷങ്ങൾ, അങ്ങനെ ഒരുപാട് അഭിനയത്തിന്റെ കാര്യത്തിൽ, സംവിധാനത്തിന്റെ കാര്യത്തിൽ, സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലും, സംഗീതത്തിന്റെ കാര്യത്തിലും, എല്ലാത്തിലും നമ്മൾക്ക് എപ്പോഴും റെഫറൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമ ഒക്കെ സംവിധാനം ചെയ്ത സിബ് സാറ്, പിന്നെ മോഹൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളിൽ അന്ന് ചാൻസ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഷാഫി ഭായ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ, കോമഡി സിനിമകൾ, എങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് പഠിപ്പിച്ച നമ്മളുടെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്ത് തന്നെയാണ് റാഫി മക്കാട്ടിൻ, സിദ്ദിഖ് ലാൽ, ഷാഫി സിനിമകളൊക്കെ. ബിബിനും വിഷ്ണുവും ഞാനൊക്കെ സിനിമ സ്വപ്നം കണ്ട് നടന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഇറങ്ങി തിരിച്ചവരാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ തോണിയിൽ യാത്ര ആരംഭിച്ച ആളുകളാണ്. ആ സമയത്ത് ബിബിൻ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവന് തന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു വേഷം എഴുതി വെച്ചു. കാരണം അത് അവന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം, അത് വേറെ ആർക്കും പോകില്ല എന്ന് വിചാരിച്ചിട്ട് വന്ന കഥ പറഞ്ഞു. പക്ഷെ അത് ജയസൂരി ചെയ്തു ആ ക്യാരക്ടർ. പക്ഷെ അതിൻ്റെയൊക്കെ വാശി തീർക്കണം അവൻ. പിന്നീടുള്ള എല്ലാ
അവന്റെ നായകനായിട്ട് അഭിനയിക്കുന്ന എല്ലാ പടത്തിനും പൂജയ്ക്ക് എന്നെ വിളിക്കും കണ്ടു പഠിക്കാൻ പറഞ്ഞിട്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ബാദുഷാഭായി ആണെങ്കിലും സിനിമകളുടെ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്, ബിപിൻ, വിഷ്ണു, ധർമ്മജൻ. ഞങ്ങൾ ഇതുപോലൊരു 2016 ഒരു ചിങ്ങം 1-ാം തീയതി ആയിരുന്നില്ല കട്ടപ്പനയുടെ പൂജ. അതിൽ വിഷ്ണു, ധർമ്മജൻ, ബിപിൻ ഇങ്ങനെ പറയുന്ന ഒരു ടീം മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സന്തോഷത്തിൽ നിൽക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്ന, വിഷ്ണുവിനെ സ്നേഹിക്കുന്ന, ഞങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്രൗഡാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിലേറ്റവും ഓരോരുത്തരായിട്ട് എടുത്തു പറയണമെങ്കിൽ, ഇപ്പോൾ ആദ്യം പച്ചാളത്ത് മുളക് ബജിയിൽ നിന്ന് നടന്നിരുന്ന എന്നെയും വിഷ്ണുവിനെയും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു വരുത്തിയ നാദിർഷിക്ക. അതാണ് ഞങ്ങളുടെ തുടക്കം. അതിന് എല്ലാ സപ്പോർട്ടും ചെയ്ത ആൽവിൻ ആന്റണി ചേട്ടൻ. അതേപോലെ തന്നെ ഒരു നായക സങ്കല്പത്തിൽ നിന്ന് ഇന്നൊരാളെ, കാരണം അതുവരെ ഷാഫി സാറ് എല്ലാം സൂപ്പർ സ്റ്റാർസുകളെ വെച്ച് മാത്രം പടം സൂപ്പർ ഹിറ്റായി എല്ലാം ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹം എന്നെ പോലെ ഒരാളെ വെച്ച് അദ്ദേഹം കാണിച്ചൊരു ചങ്കൂറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ തീരില്ല. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയാ, ഇപ്പോൾ ഞാനൊരു മമ്മൂക്കയായിട്ട് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് അവസരം തന്ന അജയേട്ടൻ, പിന്നെ ഈ പറയുന്ന ഞാൻ ബോംബ് കഥ ചെയ്യുന്ന സമയത്ത് എൻ്റെ 1-2 സീൻ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, രാജീവേട്ടൻ. ആ രാജീവേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അടുത്ത പടത്തിൽ നീയാണ് ഹീറോ. നമ്മുടെ ബോംബ് കഥ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് ഓടിയിട്ടില്ല, റിലീസായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷെ അടുത്ത പടത്തിൽ നീയാണ് നായകൻ തീരുമാനിച്ച രാജീവേട്ടൻ, വിഷ്ണു, ധർമ്മേട്ടൻ, കാണുമ്പോഴൊക്കെ സ്നേഹിക്കുന്ന നന്ദുചേട്ടൻ. സിബി സാറിനെ പറ്റി പറയാൻ, അതായത് കാലം അർഹിച്ച വിജയം കാലം ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്ന പോലെ അർഹിച്ച വിജയം. ഞാൻ മൈമോളിൽ നിന്നാണ് സാർ ആദ്യമായിട്ട് ദേവദൂതം കാണുന്നത്. മൈമോളിൽ അന്ന് DTS വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്ന്. അത് ഞാൻ വീണ്ടും പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ലാതെ ഞാൻ അതിന്റെ കോസ്റ്റ്യൂമറൊക്കെ വിളിച്ചായിരുന്നു. സാറിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. കോസ്റ്റ്യൂമറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോഴും ലാലേട്ടന് അതിലിട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ ഇട്ടിട്ട് നടക്കുന്നതാണ്. 3 വർഷം മുമ്പ് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു ദേവദൂതൻ. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബലം തന്നെയാണ്. അതായത് എൻ്റെ വയ്യാത്ത കാലിൻ്റെ പോരായ്മയുടെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എനിക്ക് വയ്യ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അവൻ എന്നെ എന്നും ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ വീക്കായ ഒരു മനുഷ്യനാണ്. കാരണം പെട്ടെന്ന് ഞാൻ മെന്റലി ഡൗൺ ആവും, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അതൊക്കെ ഈ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ അത് ബാലൻസ് ചെയ്യാൻ അവനിപ്പോ ഒരാളെ, നമ്മുടെ സിബി സാറിന് തന്നെ പടത്തിൽ ഹിസൈന അബ്ദുള്ള എന്ന് പറഞ്ഞ പടത്തിൽ ലളിത ചേച്ചി പറയുന്നുണ്ട്, വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അവരൊരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ പോലെ അവനോട് ആരോട് ദേഷ്യം തോന്നില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നും. പക്ഷെ അത്രയും കെയർ ആയിട്ടാണ് വിഷ്ണു എന്നെ ഇതുവരെ കൊണ്ടുനടന്നേക്കുന്നത്. അതേപോലെ എൻ്റെ സുഹൃത്തുക്കള്, ഞാനാക്കി എൻ്റെ സുഹൃത്തുക്കള് ഇവിടെ ഒരുപാട് പേരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മച്ചി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഷാഫിക്കയും ഷാനി ചേട്ടനാണ്. ഷാനി ചേട്ടൻ എന്നോട് വേറൊരു കഥ പറയാനാണ് ആക്ച്വലി വന്നത്. ഞങ്ങളത് മൂവ് ചെയ്യുകയും ചെയ്തതാണ്. പിന്നീട് ഞാൻ അറിയുന്നു ഷാഫി ചേട്ടനും ഒരു പരിപാടിയായിട്ട് വന്നു. പിന്നീട് ഞാൻ അറിയുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കഥ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ ചെയ്യണം.